നമസ്കാരം, ഞാൻ മെൽവിനാണ്. നമ്മളിന്ന് മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സാധാരണ പൊള്ളിക്കുന്ന പോലെ ഒന്നല്ല നമ്മൾ പൊള്ളിക്കുന്നത്. നമ്മൾ സ്പെഷ്യൽ ഗ്രേവി ഉണ്ടാക്കിയിട്ടാണ് നമ്മളിന്ന് പൊള്ളിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ പുളിയുടെ ഇല അരച്ചുണ്ടാക്കിയ ഗ്രേവി വെച്ചിട്ട് നമ്മൾ സൂപ്പറായിട്ട് ഇന്ന് പൊള്ളിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ അമ്മിയിൽ വെച്ചിട്ട് അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ മിക്സിയിലല്ല, നമ്മൾ അമ്മിയിൽ വെച്ച് കഷ്ടപ്പെട്ട് അരച്ചെടുത്ത് ഉണ്ടാക്കുന്ന ഗ്രേവിയിലാണ് നമ്മൾ ഇന്നത്തെ മീൻ പൊള്ളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നേരെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾക്ക് ഇതേപോലത്തെ നല്ല തളിരലയാണ് ആവശ്യം. തളിരല പൊട്ടിച്ച് കഴുകിയെടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ. അയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. അതിലെന്തായാലും നല്ല ഫ്രഷ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നല്ല രീതിയിൽ. വയറൊക്കെ ഇങ്ങനെ ഇനി നമുക്ക് മീനെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം, കല്ലുപ്പൊക്കെ ഇട്ടിട്ട്. കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ രാസപദാർത്ഥങ്ങളൊക്കെ ചേർത്ത് വരുന്ന മീനാണ്. അപ്പോൾ നന്നായി ഒന്ന് കഴുകണം. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം റെഡിയാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പുളിയില, നല്ല തളിരല, പുളിയുടെ നല്ല തളിരലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മീൻ ഇപ്പോൾ 1/2 കിലോനാണ് ഉള്ളത്. അത് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ചുവന്നുള്ളി, പിന്നെ ഒരു 5 മിളക്, പച്ചമുളക് നമ്മളിപ്പോൾ ഒരു പഴുത്തത് എടുത്തിട്ടില്ല. വെച്ചാൽ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു എടുത്തത്. നിങ്ങൾക്ക് പഴുത്ത മുളക് ഇല്ലെങ്കിൽ സാധാരണ പച്ച കളറായാലും കുഴപ്പമില്ല. പിന്നെ ചെറിയൊരു മല്ലിയിലയുടെ ഒരു തണ്ട്, പിന്നെ ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഇഞ്ചി കഷ്ണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സാധനങ്ങൾ. അപ്പോൾ നമുക്കിത് വരഞ്ഞ് കൊടുക്കാം. നമുക്ക് ഈ മീനുമേ ഒരു 3 വരെയൊക്കെ വരഞ്ഞാൽ മതി. നമുക്ക് അധികം വരഞ്ഞു കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് പൊടിയാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ 3 വരെ തന്നെ ധാരാളം. അപ്പോൾ അത്യാവശ്യം നല്ല മസാല ഒക്കെ പിടിച്ചോളും. എല്ലാ മീനുമില്ലപ്പോൾ വരയിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ അമ്മീമ വെച്ചിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അമ്മീമ വെച്ച് അരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്നാണ് എല്ലാവരും പറയാറ്. അപ്പോൾ നമ്മൾ അമ്മീമ വെച്ചിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ പുളിയുടെ തളിരല നമ്മൾ എടുക്കണത്. അപ്പോൾ നമ്മൾ ഉരിഞ്ഞിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് അമ്മീമ ഇട്ടിട്ട് അരച്ചെടുക്കാം. നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ഇതിങ്ങനെ പിടിച്ചിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വലിക്കാൻ വെച്ചാൽ സുഖമായിട്ട് ഇങ്ങോട്ട് പോരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വെള്ളം തെളിച്ചു കൊടുക്കാം. എനിക്ക് ഈ റെസിപ്പി പറഞ്ഞത് നമ്മുടെ കസിൻ ബ്രദറായ സെബിച്ചേട്ടനാണ്. അപ്പോൾ സെബിച്ചേട്ടൻ ഓൾറെഡി പരീക്ഷിച്ച് വിജയിച്ച സംഭവമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ അമ്മീമ അരച്ചെടുക്കാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര പരിപാടിയല്ല, ഒരുപാട് സമയം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ അമ്മീമ അരച്ചുണ്ടാക്കാൻ നടക്കുള്ളൂ. അല്ലാത്തവർക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ടിട്ട് മിക്സിയിലിട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ചെറുതായി വെള്ളം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇനി ഇത് എടുത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് ബാക്കിയുള്ള അരച്ചിട്ട് അവസാനം എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ഇടാം.
അപ്പോൾ ഈ മുളകൊക്കെ നമുക്ക് സെൻറ്റർ കട്ട് ചെയ്തിടാം. അപ്പോൾ അരച്ചെടുക്കാൻ കുറച്ചും കൂടി സുഖമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസി കുറച്ചും കൂടിയും കൂടുതൽ താല്പര്യമുള്ളവരാണെന്ന് ഇതിലും കൂടുതൽ നമുക്ക് മുളക് ചേർക്കാം, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഇഞ്ചിയും ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടാം, അപ്പോഴാണ് ശരിക്ക് അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ കട്ട് ചെയ്തിട്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മല്ലിയില ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ നുറുക്കിയിടാം. അപ്പോൾ മല്ലിയില ഒരിക്കലും അധികം എടുക്കേണ്ട കാര്യമില്ല, എന്ന് വെച്ചാൽ നമുക്ക് പുളിയുടെ ഫ്ലേവറാണ് ശരിക്കും വേണ്ടത്. മല്ലിയില ഒരു സൈഡായിട്ട് നിൽക്കാനേ പാടുള്ളൂ. അപ്പോൾ മല്ലിയില അധികം ഇത്ര തന്നെ എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടാം. പിന്നെ നമുക്ക് ചേർക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി നമുക്ക് ഇട്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കണം ആദ്യം, അല്ലെങ്കിൽ അത് ആകെ തെന്നിപ്പോവും, പെട്ടെന്ന് അരയ്ക്കാൻ ചെയ്ത് തെന്നിപ്പോവും. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മിളകൊക്കെ ചെറുതായി അരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പാടാണ്, നമ്മൾ മിക്സിയിലിട്ടടിക്കുന്ന പോലെ അത്ര ഈസി അല്ല. അമ്മീൻ മരക്കാന്ന് പറഞ്ഞാൽ നല്ല പാടാണ്. പണ്ടത്തെ ആൾക്കാർ അത്രയും സ്ട്രെയിൻ എടുത്തിട്ടാണ് ഈ സംഭവം നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായി. നമ്മുടെ ഓൾമോസ്റ്റ് നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കയ്യൊക്കെ കിടന്ന് നീറുന്നുണ്ട് മിളകിന്റെ. ഇനി നമ്മളിങ്ങനെ ചെയ്യേണ്ടത് ഇനി ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഉപ്പിട്ടിട്ട് ഒന്നും കൂടിയും നരയ്ക്കണം. നമുക്ക് കുറച്ച് ഉപ്പിടാം. ആദ്യം സ്വല്പം ഉപ്പിടാം, അത് കഴിഞ്ഞ് നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കി ചേർക്കാം. നമുക്ക് കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കല്ലുപ്പ് തന്നെ എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, പൊടിയുപ്പായാലും പൊടിയുപ്പ് എടുത്താൽ മതി. ഞാൻ അപ്പോൾ തൽക്കാലത്തിന് കല്ലുപ്പ് ഇട്ടെന്ന് മാത്രം. അപ്പോൾ കല്ലുപ്പ് ഇടുമ്പോൾ നമ്മൾ നന്നായിട്ട് അതിൽ മിക്സ് ആയിട്ടുണ്ടോ എന്ന് ശരിക്കും നോക്കണം. നമുക്ക് ഒന്നും കൂടി ഒന്ന് അരയ്ക്കാം, കല്ലുപ്പ് ഒന്നുകൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൽ പരട്ടി കൊടുക്കാം. ഇനി നമുക്ക് മീനിനെ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്താനായിട്ട് ചെകളര അവിടെയും അതുപോലെ തന്നെ ഒരു വയറിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നമ്മളെല്ലായിടത്തും എത്തിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. മിനിമം അത് 1 മണിക്കൂറെങ്കിലും നമുക്കിത് തേച്ച് വെക്കണം. അപ്പോൾ അതിൽ കൂടുതൽ സമയം നമുക്ക് വെക്കാൻ വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ നിങ്ങൾ വെക്കാൻ വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തേക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ ഐസ് നന്നായി വിട്ടതിന് ശേഷം മാത്രം അത് നമുക്കത് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് പൊതിയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വളരെയധികം ഈർപ്പം കൂടും. അപ്പോൾ നമ്മുടെ ഒരു ഗ്രേവി കുറച്ചും കൂടിയും ഇതായി മാറും, എന്ന് വെച്ചാൽ ലൂസാവും. നമുക്കിനി ഇത് 1 മണിക്കൂർ നമ്മുടെ മസാലയൊക്കെ പിടിക്കാനായിട്ട് നമുക്കിങ്ങനെ വെക്കാം. നമുക്ക് അടുപ്പൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ 3 ഇഷ്ടിക വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു അടുപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ അടുപ്പ് സെറ്റായി. നമുക്കിങ്ങത് തീ കത്തിക്കാം. നല്ല കനലാക്കാം. കനലാക്കിയതിന് ശേഷം നമുക്ക് ഗ്രില്ല് വെച്ചിട്ട് നമുക്ക് മീൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിരട്ടയ്ക്കൊക്കെ നന്നായി തീ പിടിച്ചു. ഇവിടെ കുറച്ച് ചാർക്കോളും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചിരട്ട തീ പിടിച്ചതിന് ശേഷം ചാർക്കോളും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് മീനെ വാഴയുടെ ഇലയിൽ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പൊതിഞ്ഞ് നമുക്ക് അടപ്പത്ത് കൊണ്ട് വെച്ച് നമുക്ക് പൊള്ളിച്ചെടുക്കാം സൂപ്പറായിട്ട്. നമുക്ക് അലുമിനിയം ഫോയിലും കൂടി നമ്മൾ കോട്ടിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊതിഞ്ഞെടുക്കാം. ഈ ഇല നമുക്കിത് പൊതിഞ്ഞെടുക്കാനുള്ളതാണ്. നന്നായിട്ട് വാട്ടിയെടുക്കണം, അല്ലെങ്കിൽ ഇല നമ്മൾ പൊതിയുമ്പോൾ കീറിപ്പോവാൻ സാധ്യതയുണ്ട്.
അപ്പോൾ നമ്മുടെ മീനങ്ങി ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ മസാല എല്ലായിടത്തും ഒന്നും കൂടി ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കാം. നമ്മുടെ 5 മീനും വരിയായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഇല വെട്ടുമ്പോൾ നല്ല നീളത്തിന് വെട്ടാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ അത് നമുക്ക് പൊതിയുമ്പോൾ ആ സമയത്ത് ബുദ്ധിമുട്ടാവും. ഇനി നമ്മളതിൻ്റെ മീതെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂയി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്ന് എത്തേണ്ട രീതിയിൽ ചെറുതായിട്ട്. ഞാനെടുത്തേക്കണ ആദ്യത്തെ ഇല നല്ല തളിരലയാണ്, നല്ല കൂമ്പലിന് എടുത്തിട്ടില്ല. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല കളറാണ് അതിൻ്റെ. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ മടക്കുക. അപ്പോൾ നമ്മൾ 2 ഇല ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ യാതൊരു കാരണവശാലും നമ്മുടെ മീൻ കരിയരുത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 ഇലയും അലുമിനിയം ഫോയിലും നമ്മൾ ചുറ്റുന്നത്. കുറച്ചധികം നേരം നമുക്കിത് വെക്കേണ്ടി വരും. നമ്മൾ ചെറിയ തീയിലാണ് നമ്മളിത് വെക്കുന്നത്. കനലിൻ്റെ മീത വെക്കുന്ന കാരണം കുറച്ചധികം നേരം നമുക്ക് വെക്കേണ്ടി വരും. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കണം. നമുക്ക് അലുമിനിയം ഫോയിൽ ചുറ്റുമ്പോൾ അഴിയാണ്ടിരിക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് 2 സൈഡിലൊന്ന് ചെറുതായിട്ടൊന്ന് കെട്ടാം. നമുക്കിനി അലുമിനിയം ഫോയിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ കനലൊന്ന് നോക്കി നോക്കാം. കനലിൽ ഇപ്പോൾ നല്ല ചൂടായിട്ട് നമ്മൾ ചാർക്കോളും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മേലെ ഒരു ഗ്രില്ല് വെക്കാം. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കാം. നമുക്കൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചും തിരിച്ചും വെച്ച് കൊടുക്കണം. അപ്പോഴാണ് ശരിക്കും നന്നായിട്ടൊന്ന് വേവുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വടി ഉപയോഗിച്ചിട്ട് നമുക്കത് മറിച്ചിട്ട് നോക്കാം. നമുക്ക് പതുക്കെ മറിച്ചിടാം, കാരണം നമ്മുടെ അലുമിനിയം ഫോയിൽ ഈ വടിയൊക്കെ തട്ടി കുത്തിക്ക് രണ്ട് നോക്കണം. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം അവിടെ നന്നായിട്ട് നല്ല ചൂട് തട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനൊക്കെ അടിപൊളിയായിട്ട് വെന്തുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. നമുക്കൊരു ചെറിയ പാത്രത്തിൻ്റെ മൂടി എടുത്തിട്ട് എടുക്കാം. അപ്പോൾ അലുമിനിയം ഫോയിൽ നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായി ചൂടെന്ന് അറിയതിന് ശേഷം നമുക്ക് പതുക്കെ ഒന്ന് തുറന്ന് നോക്കി നോക്കാം. നമ്മുടെ വാഴയിലയുടെ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഇലയിലേക്ക് തീരെ എടുത്തിട്ടില്ല. അപ്പോൾ ഉള്ളിലേക്ക് കരിയാനുള്ള ചാൻസ് ഒന്നും ഇല്ല. സംഭവം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. എൻ്റെ അമ്മോ, സംഭവം തുറന്നപ്പോഴേക്കും നല്ല കിടിലമാണ് കേട്ടോ. ശരിക്കും ആ പൊള്ളിച്ചേൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, വാഴയിലയുടെ കൂടിയിട്ടുള്ള ഒരു സ്മെല്ല്, അതൊരു ഒന്നൊന്നര സ്മെല്ലായി. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. ശരിക്കും മല്ലിയിലയുടെ ചെറിയ ഫ്ലേവറും പുളിയിലയുടെ ശരിക്കും ഒരു പുളിമണൊക്കെ നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ പുളിയിലയിൽ പൊള്ളിച്ച മീൻ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല മസാല, നമ്മുടെ പുളിയിലയുടെ ഗ്രേവി ഉണ്ടല്ലോ, അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒന്നും പറയാനില്ല, വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്കണം. അപ്പോൾ അലുമിനിയം ഫോയിലോണ്ട് ചുറ്റിയ കാരണം ഉള്ളിലേക്ക് കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല ഒരു ആവിയിലുള്ള ശരിക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുക്ക് ചെയ്യാനെടുത്ത സമയം എന്ന് പറയുന്നത് ഏകദേശം 1 മണിക്കൂർ ഞാൻ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം മറച്ച് വെച്ചു. അപ്പോൾ നമുക്ക് ഈ ഗ്രേവി കുറച്ചും കൂടിയും ഡ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എടുക്കണേക്കാളും 10 മിനിറ്റ് മുന്നേ നമ്മൾ എന്തെങ്കിലും പപ്പടക്കോല എന്തെങ്കിലും കമ്പി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് 2-3 സ്ഥലത്ത് കുത്തി കൊടുക്കുക. ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ നീരാവി പെട്ടെന്ന് പുറത്തേക്ക് പോയിട്ട് അത് ഡ്രൈ ആയിട്ട് കിട്ടും. കുറച്ചും കൂടിയും ഡ്രൈ താല്പര്യമുള്ളവർക്ക് അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടിയും ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലാണ് അതായിരിക്കും.
ബൈ ബൈ.